ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന് ചോറ് വെച്ചുണ്ടാക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇടയ്ക്കൊക്കെ നമ്മളുടെ വീടുകളിലൊക്കെ ചോറ് ബാക്കി വരാറുണ്ട്. അപ്പം അങ്ങനത്തെ സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാം. നമ്മളിത് വെച്ച് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കും, അതേസമയം നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് ചോറ് നല്ലപോലെ മിക്സിയിലൊന്ന് അരയ്ക്കണം. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം അരയ്ക്കാനായിട്ട്. ചോറിൻ്റെ തരി ഉണ്ടെങ്കിൽ ഇടിയപ്പം നമ്മൾ പ്രസ് ചെയ്യുമ്പം ശരിക്കും വീഴത്തില്ല. അതുകൊണ്ട് അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 കപ്പ് ചോറിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് 1 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നല്ലപോലെ അരച്ചെടുക്കുക. അപ്പം നമ്മൾക്ക് ഇതേപോലെ അരഞ്ഞു കിട്ടും. ഞാനിവിടെ വെള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. മട്ട റൈസ് വേണമെങ്കിൽ അതും എടുക്കാം. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ചില ചോറിന് ചിലപ്പോൾ കുറച്ച് അരിപ്പൊടി കൂടുതൽ വേണ്ടി വരും. അത് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇടിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കുഴച്ചെടുക്കുക. എല്ലാ അരിപ്പൊടിയും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറേശ്ശെയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് ആദ്യമേ തന്നെ ഒരു സ്പൂൺ വെച്ചാണ് കുഴയ്ക്കുന്നത്. കൈവച്ച് കുഴച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചാണ് ആദ്യം കുഴയ്ക്കുന്നത്. ഞാനിപ്പം ഇവിടെ ഒരു 1/4 ഭാഗം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാൻ ബാക്കിയുണ്ട്. കുറച്ചും കൂടെ അരിപ്പൊടി അതിനകത്തോട്ട് വേണം. അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം 1 കപ്പ് അരിപ്പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂണ് മാറ്റി നമ്മൾക്ക് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ മാവ് നല്ല പാകമായിട്ട് നമ്മൾക്ക് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് നേരെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു സേവനാഴി എടുക്കുക. അതിനകത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാവ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ഇഡ്ഡലിത്തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇടിയപ്പം പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾക്ക് 2 തരത്തിലുണ്ടാക്കാം. ആദ്യമേ തന്നെ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇടിയപ്പം പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ചെയ്തിട്ട് നടുവിൽ തേങ്ങ വെച്ച് കൊടുക്കാം. നടുവിൽ തേങ്ങ വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പം നമ്മൾക്കിത് ഉണ്ടാക്കി അപ്പം തന്നെ സ്റ്റീമറിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പം എല്ലാ ഇടിയപ്പത്തിലും ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ നടുവിൽ തേങ്ങയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ തേങ്ങയിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ഇടിയപ്പം പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് സ്റ്റീമറിനകത്തോട്ട് വെക്കാം. ഇടിയപ്പം വീഴുന്നത് കണ്ടാൽ അറിയാം കറക്റ്റായിട്ട് നമ്മൾക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചോറ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് മുറിഞ്ഞു വീഴും. അപ്പം നമ്മൾക്ക് കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം ഇടിയപ്പം ഒരു ട്രിപ്പ് ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ സ്റ്റീമറിനകത്തോട്ട് വെക്കാം. ചോറ് വെച്ച് ഉണ്ടാക്കുന്ന ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. സ്റ്റീമറിലെ വെള്ളം തിളച്ചതിന് ശേഷം ഇത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് 3-4 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. ഇപ്പം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമ്മൾക്ക് ആദ്യത്തെ ട്രിപ്പ് ഇടിയപ്പം എടുക്കാം. ഞാനിവിടെ ഒരു ട്രിപ്പും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് തേങ്ങയാണ് ആദ്യം വെക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഇടിയപ്പം പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇടിയപ്പം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ചോറ് അരയ്ക്കുമ്പം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ തന്നെ അരയ്ക്കാൻ ശ്രദ്ധിക്കണം. സെക്കൻഡ് ട്രിപ്പും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പ് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഞാനിത് ആവി വെള്ളം വീഴണ്ട എന്ന് വിചാരിച്ചിട്ടാണ് 2 ട്രിപ്പാക്കി വെച്ച് കൊടുത്തത്. ഇതും 4 മിനിറ്റ് തന്നെ വേവിക്കുക. അതോടെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിഞ്ഞു. 1 കപ്പ് പൊടിയും 2 കപ്പ് ചോറും കൊണ്ട് ഇത്രയും ഇടിയപ്പമായിരിക്കും ഉണ്ടാക്കാൻ പറ്റുക. ഇടിയപ്പത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ 1-2 വ്യത്യാസം വരാം. ഈ ഒരളവിൽ 12 ഇടിയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഇനി ചോറ് ബാക്കി വരുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വേവുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾക്കൊരു ചിക്കൻ കറിയോ മുട്ടക്കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതിനു മുന്നേ ഞാൻ വേറൊരു ഇടിയപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്നുള്ളൊരു പ്ലേലിസ്റ്റാണ്. അതിനകത്ത് നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഉണ്ട്.
അതിൻ്റെ കൂടെ വേറൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ ഉണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്